ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നൊക്കെയാണ്. ഇന്ന് നല്ല വേളമീൻ ഗ്രില്ലടിക്കാനുള്ള പുറപ്പാടാണ്. ഞാനും കൂട്ടുകാരോട് ചേർന്നാണ്. കൂട്ടുകാർ എന്നെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ ഓട്ടം പോയി താമസിച്ചു പോയി. അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അവരെല്ലാം സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വാഴയിലയും കൂടെ വെട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ അജിൻ. അങ്ങനെ അജിൻ ഒരു കാട്ടിൻ്റെ ഇടയിൽ കയറി വാഴയിലൂടെ വെട്ടി നമ്മളിതാ വീണ്ടും വണ്ടിയിൽ കയറി വെള്ളവും ബാക്കി സാധനങ്ങളും വാങ്ങി അങ്ങോട്ട് പോവുകയാണ്. നമ്മളിതാ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വിനീത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേപോലെ തന്നെ വിനീത് അടുപ്പൊക്കെ സെറ്റാക്കിയാണ്. വിഷ്ണു ഇതാ വേക്കി നിൽക്കുകയാണ്. സൽമാനുണ്ട്. ഇതാ പിന്നെ ഇനി ആരാണ് വരുന്നത്? വിനീഷ് ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ട്. അജിനുണ്ട്. അജിൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി. നല്ല 3 കിടിലം വേളമീനാണ്. പെരുമ്പാന്തര പോയി സൽമാൻ അജിനൂടെ വാങ്ങിയാണ്. മസാല ഇട്ടത് സൽമാനാണ്. സൽമാൻ വീട്ടിൽ വെച്ച് തന്നെ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ആദ്യത്തെ മീൻ എടുത്ത് ഗ്രില്ലിൽ വെച്ചാക്കിയാണ്. നല്ല വലിയ മീനാണ്. മീൻ തന്നെ 3 കൂടെ 1300 രൂപയായി. നല്ല കിടില മീനായിരുന്നു കേട്ടോ. നല്ല വലിയ മീനാണ്. 2 മീനും എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീനും എടുത്ത് ഒന്നും കൂടെ മസാല അതിൻ്റെ മുകളിൽ കൂടെ തേക്കുകയാണ്. ബാക്കി വന്ന മസാലയും എണ്ണയും വാലും എല്ലാം കൂടെ വെച്ചാണ് ഫുള്ളായിട്ടാണ് ഗ്രില്ലടിക്കുന്നത്. അടിപൊളിയായിരുന്നു. ആ ഒരു വൈബ്, ഗ്രില്ലടിച്ച് ആ മീൻ തിന്നുന്നതിൻ്റെ വൈബ് അതൊരു വേറെ ലെവലാണ്. പണ്ടൊക്കെ നമ്മളിങ്ങനെ മീനും ചിക്കനും ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കാൻ ഫണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടംപോലെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലമായിരുന്നു. അന്ന് മലക്കറി വിഷ്ണു ഉണ്ടായിരുന്നു, ദീപു ഉണ്ടായിരുന്നു, പ്രവീഷ് ഉണ്ടായിരുന്നു, രഞ്ജു ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലമായിരുന്നു. വിനീഷിത തീ കനൽ ഒന്നും കൂടെ ഇതാക്കാൻ വേണ്ടി വീശി കൊടുക്കുകയാണ്. അതൊക്കെ ഒരു കാലമായിരുന്നു. നമ്മളിപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. 10, 15, 20 പേരൊക്കെ ഉണ്ടായിരുന്നു. കിച്ചു ഉണ്ടായിരുന്നു, ഇപ്പോൾ പയ്യന്മാർ അപ്പൂസ്, അമലി, പിന്നെ നമ്മൾ നന്ദു ഉണ്ടായിരുന്നു. അവനൊക്കെ ഗൾഫിൽ പോയേക്കാണ്. പിന്നെ എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. ആ കാലഘട്ടമൊന്നും ഇനി തിരിച്ചു വരത്തില്ല. പക്ഷേ ആ കാലഘട്ടം നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരു വിരീത മീനെ കൊതി ഇങ്ങനെ ഇട്ട് നിൽക്കുകയാണ്. ഭഗവാനെ എപ്പം തിന്നാൻ പറ്റുമെന്നുള്ള രീതിയിലിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടി, കാണാൻ വേണ്ടി. അങ്ങനെ മീൻ തിരിച്ചിട്ടിരിക്കുകയാണ് വീണ്ടും. നല്ല ഏകദേശമൊക്കെ പൊരിഞ്ഞൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പൊരിഞ്ഞൊക്കെ വന്നൊക്കെയാണ്. വിനീഷ് അത് തൊട്ടൊക്കെ നോക്കി. അതിന് ആഹാ തെറ്റാണെന്നാ. വിനീത്, സൽമാൻ, വിഷ്ണു അല്ല വിനീഷാണ്. അടിപൊളിയാണ്. നമ്മൾ ഒക്കെയാണ് പോയിട്ട് വന്ന് മീൻ സെറ്റായിരിക്കുകയാണ്. മീൻ സെറ്റായിരിക്കുകയാണ്. മീൻ വാഴയിലെല്ലാം ഇട്ടിരിക്കുകയാണ്. അയ്യോ, കാണാൻ തന്നെ എന്ത് രസമെന്നറിയാമോ. അടുത്ത മീൻ എടുക്കുമ്പോൾ അതിൻ്റെ വാല് പോകും കേട്ടോ. അപ്പം നല്ലപോലെ വെന്തിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം. കാണുമ്പോൾ തന്നെ അങ്ങ് തിന്നാൻ തോന്നിയാണ് ആ നിമിഷം. സെറ്റായിരുന്നു. അങ്ങനെ 2 മീനും വാഴയില ഇട്ടിരിക്കുകയാണ്. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തിന്നുന്നത് നമുക്ക് ലൈവായിട്ടൊന്ന് കേട്ട് നോക്കാം. അതിന് മുന്നേ നമുക്ക് അടുത്ത മീനും കൂടെ ഇട്ടിട്ട് നമ്മൾ തിന്നുന്ന വീഡിയോ ലൈവായിട്ട് ഇടുന്നതായിരിക്കും. അതിന് മുന്നേ കുറച്ച് ഉള്ളിയൊക്കെ അരിയാണ്ട്. ആ ഉള്ളിയൊക്കെ അരിയുന്ന ആൾ അജിനാണ്. ബാക്കി നമ്മൾ സെറ്റാക്കി കൊടുക്കും. അടുത്ത മീൻ നമ്മൾ ഇട്ടിട്ടുണ്ട്, എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ വീട്ടിലും ഇങ്ങനെ കൂട്ടുകാരൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും അജിൻ പട്ട അജിൻ വേറെ ലെവലാണ്. അജിൻ എങ്ങനെ ഹോട്ടലിൽ നിന്നാലും അജിന് ജീവിക്കാൻ പറ്റും. ഉള്ളി തൊലി തിരിച്ചു കൊടുക്കുന്നത് വിനീഷാണ്. അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കിയിട്ട് എന്നിട്ട് ഒരു കൂട്ടമുണ്ട്. ഇനി നമുക്ക് മീൻ എല്ലാവരും തിന്നുന്നത് ലൈവായിട്ട് കാണുന്നതായിരിക്കും. അവരുടെ അഭിപ്രായം കേട്ട് നോക്കിക്കോളൂ നിങ്ങൾ. വിനീതുണ്ട്, സൽമാനുണ്ട്. സൽമാൻ ഒന്ന് കഴിച്ചു നോക്കിയാണ്. കൊക്കുമ്പറല്ല, മീനൊന്ന് കഴിച്ചു നോക്കിയാണ്. എന്നിട്ട് അതിൻ്റെ രുചി എന്ന് പറഞ്ഞാണ്. വിഷ്ണു വിനീഷ് അടുത്ത് വരേണ്ടതാണ്. അതെങ്ങനെയുണ്ട്? അളയൊന്ന് കഴിച്ചു നോക്കുകയാണ്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയാണ്. ഇത് വിഷ്ണുവാണ്, വിനീഷാണ്. കഴിച്ചു നോക്കുകയാണ്. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയാണ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറഞ്ഞാണ്. അളെ എങ്ങനെയുണ്ട്? ആ ചവയില് തന്നെ മനസ്സിലായിട്ടുണ്ട്. വിഷ്ണു എങ്ങനെയുണ്ട്? വിനീത് സൂപ്പർ. അജിനെ ഓക്കെ. സൽമാൻ പറഞ്ഞില്ല. സൽമാൻ ആദ്യം കഴിച്ച സൽമാൻ എങ്ങനെയുണ്ട്? അത് നമുക്ക് തെറ്റിയാ. മറ്റേ കഴിച്ച എങ്ങനെയുണ്ട്? നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിലും സൂപ്പർ അല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല. ഞാനുണ്ടെ കഴിച്ചിട്ട് പറയുന്നതായിരിക്കും. കുറച്ചുകൂടെ വേവുണ്ടോ? വേവുണ്ടെന്ന് തോന്നുന്നു.
അങ്ങനെ ഞാനും കഴിച്ചിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഇച്ചിരി വ്യാവുണ്ടെന്ന് പറഞ്ഞ് എന്നാലും സൂപ്പറായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ വെന്തായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മാമ്മ അതിൻ്റെ രുചി നോക്കിയിട്ട് അമ്മാമ്മ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയാൻ വേണ്ടി നമ്മൾ പറഞ്ഞ് അമ്മ പറഞ്ഞ് കഴിച്ചു നോക്കിയിട്ട് പറയാം. അമ്മമ്മ കഴിച്ചു, കൊള്ളാമെന്ന് പറഞ്ഞു. ഇച്ചിരി കൂടെ വേവ ഉണ്ടായിരുന്നു, എന്നാലും കൊള്ളാം. ഇച്ചിരി കൂടെ എരിവ് ഉണ്ടായെങ്കിൽ സെറ്റായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ അമ്മാമ്മയുടെ അഭിപ്രായമൊക്കെ ആയിട്ട് നമ്മൾ ദോശ എല്ലാം പറക്കിയിട്ട് രക്ഷയില്ലായിരുന്നു. ഇതേപോലെയൊക്കെ ഒരു വൈവിൽ ഇങ്ങനെ കൂട്ടുകാരൊത്ത് കഴിക്കണമെന്നുണ്ടല്ലോ, അതൊക്കെ ഒരു നല്ല കാലഘട്ടം തന്നെ, പഴയ കാലഘട്ടം തന്നെ തിരിച്ചു കൊണ്ടുവരും. സത്യം പറയാമല്ല. അയ്യവാ, ഇതൊക്കെ കഴിച്ചിട്ട് അമ്മോ അടിപൊളി എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ ഇനിയും അതിൻ്റെ ഇടയിൽ സൽമാൻ മുളക് കഴിച്ചിരിക്കുകയാണ്. അതിനാണ് ആദ്യം കഴിച്ചത്, അത് എടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ. അങ്ങനെ സൽമാനും കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ വിനീഷ് മുളക് കഴിച്ചായിരുന്നു. വിനീഷ് മുളക് കഴിച്ചിട്ട് അയ്യാ അത് പറഞ്ഞ് എരിയുണ്ട് വിനീഷ് തന്നെ നടന്ന് തന്നെ പോയി. അതിന് വല്ലാത്തൊരു സീനായിരുന്നു അത്. വിനീഷ് മുളകിൻ്റെ ഹാങ് ഓവർ മാറാൻ തന്നെ കുറച്ച് സമയം എടുത്ത്. ഇങ്ങനെ അടുത്ത മീനും നമ്മൾ ഇലയിലിട്ട് അതും നമ്മൾ കഴിക്കുകയാണ്. മീൻ കുറച്ചുകൂടെ വെന്തായിരുന്നു കേട്ടോ, അത് സെറ്റായിരുന്നു. അതിൻ്റെ മസാലയും എല്ലാം കൂടെ ആ വെന്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ മീൻ കഴിക്കാൻ അന്യായ രുചി എന്ന് വെച്ചാൽ ലൈവ് വോയിസ് നമുക്ക് കേൾക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? അജിനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ അല്ലായിരുന്നോ? കട്ട് ചെയ്ത് ചോദിക്കില്ല, പറയണേ, ലാസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ തിന്നില്ലേ? സൂപ്പർ അല്ലായിരുന്നോ? തിന്നില്ലേ? അജി വേറെ ലെവൽ. വിഷ്ണു എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ അല്ലായിരുന്നോ? ഓക്കെ അല്ലേ? സെറ്റ്. സൽമാനെ സൽമാൻ ഇപ്പഴും നിന്നോട് ചെയ്യുന്നു. ഓക്കെയാണ്. വിനീത് വിക്രമേ ഓക്കെ അല്ലേ? അങ്ങനെ നമ്മള് ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ബൈ. എല്ലാവരും ബൈ പറഞ്ഞാണ്. ഓക്കെ ബൈ.